വെൽക്കം ബാക്ക്. ഇന്ന് അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ കാണിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനായിരിക്കും മിക്കവാറും ഇവിടുത്തെ അവസാനത്തെ ആൾ പോയി കാണാനുള്ളത്. ഇവിടെ താമസിച്ചിട്ട് അവസാനത്തെ ആൾ. ഏകദേശം ഒരു 3 വർഷമായി ഇവിടെ എത്തിയിട്ട്. എന്നാലും കണ്ടു അവസാനമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് വേണം. നമ്മൾ അറ്റ് ദ ടോപ്പാണ്. 124th ലെവലിൽ എത്തി. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് കയറി 125th ലെവലിലാണ് നമ്മൾ കാണാൻ ഇരിക്കുന്നത്. 124th ലെവലും കാണാം, 125th ലെവലും നമുക്ക് കാണാം. അപ്പം ലിഫ്റ്റിനകത്തുള്ള ഒരു 3D ഒരു ഇതാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ കേട്ടോ പോകുന്നത്. നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ മിക്ക ബിൽഡിങ്ങുകളിലെ ലിഫ്റ്റ് കിട്ടുന്നതല്ല, നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ലിഫ്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇയർ ഇംബാലൻസ് തൊട്ട് ഇടയ്ക്ക് വരും. എന്നാലും കുഴപ്പമില്ല, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 124th നില പെട്ടെന്ന് എത്താമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് എത്തുന്ന കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ആ ലിഫ്റ്റിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ ഞാനും കുഞ്ഞും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഹസ്ബൻഡ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ എത്തി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കാണും. അവിടെ ആ സൈഡ് ഇതിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫോട്ടോ എടുത്തത് മാറാം, അങ്ങനെ ഒരു ഇതാണ്. അത്രയും ക്യൂ കാണും, ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. ബിക്കോസ് അതൊരു ഭയങ്കര ഇതല്ലേ, ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണത്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഷോ, ഒന്ന് താഴെ നടക്കുന്ന ലൈറ്റ് ഷോ ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ വന്ന വഴിയൊക്കെ ചുമ്മാ ഒരു വീഡിയോ കൂട്ടൊക്കെ ഞങ്ങൾ എടുത്തു. ഇവിടുന്ന് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അവരുടെ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേയൊക്കെ ഫോട്ടോസ് എടുത്തു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു രസമായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കൂട്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ ഒരു പ്ലാൻ വരച്ചതും അങ്ങനെ കാണിക്കുന്നത്, അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരിതാണ്, ഒരു റെപ്രസെൻറ്റേഷൻ കൂട്ടാണ്, ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൂട്ടൊക്കെയാണ് എക്സിറ്റിൽ ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് സൈഡിൽ ഓരോ ആൾക്കാർ വർക്ക് ചെയ്തത്, ഓരോ സെറ്റ് ആൾക്കാർ വർക്ക് ചെയ്തത്. അതെന്തായിക്കോട്ടെ, ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ എല്ലാ ആൾക്കാരുടെയും ഫോട്ടോസ് ഉള്ളൊരിത് അവർ സ്ക്രീൻ കൂട്ടി വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.